ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു അടിപൊളി അറബിക് റൈസാണിത്. മന്തിയും കബ്സയും ജ്യൂസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നൊരു അറബിക് റൈസാണിത്. യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് ആകെ ഒരാൾ മാത്രമേ ഈ വീഡിയോ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ പേര് മുത്തബൻ കേട്ടോ. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു അറബിക് റൈസാണ്. ഈ റൈസ് കഴിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അത്രയും ടേസ്റ്റുള്ളൊരു അറബിക് റൈസാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ അടക്കാം. ഇത് ബസുമതി അരി സെല്ലാ റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് 1 മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് വെക്കട്ടോ. നമ്മൾ ചോറിൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തൊരു ചോറാന്നൊക്കെ വിചാരിക്കും കേട്ടോ. കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഫോട്ടോത്തിലല്ലല്ലോ കാര്യം, നമ്മൾ കഴിക്കണോടത്തല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവേണ്ടത്. നമ്മൾ സാധാരണ ഫോണിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ അത്ര വലിയ ഭംഗിയൊന്നും കിട്ടൂല. അപ്പോൾ ഇത് 1 മണിക്കൂർ വെള്ളത്തിൽ കിടക്കട്ടെ. ഇനി ഒരു ചെമ്പെടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കട്ടോ. നമ്മൾ മന്തിയിലൊക്കെ നമ്മൾ ഓയിലാണല്ലോ തടവല്, പക്ഷേ ഇതിൽ നമ്മൾ നെയ്യാട്ടോ ഒഴിക്കണത്. അതാണ് അത്രയും ടേസ്റ്റ് കേട്ടോ. നെയ്യ് ചൂടാക്കിയിട്ടൊന്നുമില്ല, ഇതുപോലെ ഇങ്ങനെ തടവി കൊടുത്താൽ മതി. 1 സ്പൂണോ 2 സ്പൂണോ നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കട്ടോ. ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വലുതാക്കി കേട്ടോ അരിഞ്ഞിട്ടുള്ളത്, അതും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 3 സവാളയെങ്കിലും എടുക്കണം കേട്ടോ. നമ്മളിതിങ്ങനെ ലെയറായിട്ട് കേട്ടോ വെച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് 2 വലിയ തക്കാളിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനും ഇപ്പോൾ ഇട്ട് കൊടുക്കണില്ല കേട്ടോ, ലെയറായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ചതച്ചതാട്ടോ. ഇത് കുറച്ച് പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ. പക്ഷെ ഇവിടെ അന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ചതച്ചെടുത്തേക്കാണ്. അതും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. പേസ്റ്റ് പോലെ അരക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിന അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇളക്കി മിക്സ് ആക്കണമൊന്നുമില്ല കേട്ടോ, ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണുള്ളൂ. ഇനി കുറച്ച് കുരുമുളക് മണിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കായും ഗ്രാമ്പും പട്ടയാട്ടോ. ഒരു 5-6 ഗ്രാമ്പും 5-6 ഏലക്കായും പിന്നെ വലിയ കഷ്ണം പട്ടയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാലപ്പൊടിയാണ്, ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് അറബിക് മസാലപ്പൊടിയാണ്. കബ്സ മസാലപ്പൊടിയോ മന്തി മസാലപ്പൊടി ഏത് പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ 1 സ്പൂണ് മന്തി മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ 2 കറുത്ത നാരങ്ങ ഇട്ട് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതാക്കി മുറിച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ മുറിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വലിയ കഷ്ണങ്ങളാക്കിയിട്ടാട്ടോ മുറിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കണമൊന്നുമില്ല കേട്ടോ. എല്ലാം നമ്മളിങ്ങനെ ലെയറായിട്ട് ഇട്ടെടുക്കണുള്ളൂ. ഇത് മുഴുവനും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഇതുപോലെ ആ ലെയർ നമ്മൾ ഫസ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഇളക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇത് ഉപ്പും പുളിയൊക്കെ പിടിക്കുമെന്ന് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്, ഒക്കെ പിടിക്കും കേട്ടോ. അത് തിളച്ച് വരുമ്പോൾ എല്ലാം സെറ്റാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു അറബിക് റൈസാണ് കേട്ടോ. വീണ്ടും നമ്മൾ മന്തി മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് 1/2 മുറി ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വീണ്ടും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ. ഈ റൈസിൽ നമ്മൾ മാഗി കട്ടൻ ഇടൂല കേട്ടോ. മാഗി കട്ടൻ ഇല്ലാത്തൊരു അറബിക് റൈസും കൂടിയാണിത്. ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ തക്കാളിയും നാരങ്ങൻ്റെ നീരൊക്കെ അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ മിക്സാക്കും. ഈ സമയത്ത് നമുക്ക് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഉപ്പ് അറിയാം കേട്ടോ. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം.
അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കുരുമുളക് മണിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കായും ഗ്രാമ്പും പട്ടിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ അരി മാറ്റി വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു പാകത്തിന് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുമല്ലോ, ആ സമയത്ത് വേണം കേട്ടോ ഇത് ഊറ്റി മാറ്റാൻ. കാരണം നമ്മൾ പച്ച ഇറച്ചിയാണല്ലോ, വേവിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൽ കിടന്നിട്ട് വേണം കേട്ടോ ചോറ് ഒന്നും കൂടി നല്ലോണം വേവാൻ. ഒരു ഹാഫ് വേവിലാട്ടത് ഊറ്റി എടുക്കേണ്ടത്. നമുക്ക് എല്ലാ ചോറും ഇട്ടുകൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം. ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിനയും അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ടുകൊടുക്കാം. ഈ 2 സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ സൺഫ്ലവർ ഓയിലൊന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ, നെയ്യ് മാത്രമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് പച്ച നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്, നമ്മൾ ചൂടാക്കണമൊന്നുമില്ല. ഇത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ മൈദപ്പൊടി ഇങ്ങനെ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ കോട്ട് ചെയ്ത് കണ്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ചാലും മതി, ആവിയൊന്നും പുറത്തേക്ക് പോകില്ല. നമ്മളെ ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന്, നല്ലൊരു മണമാണ്. എനിക്ക് മന്തി ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ, പക്ഷേ ഇതിൻ്റെ ഒരു സ്മെല്ല് മതിട്ടോ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അത്രയും വലിയ ടേസ്റ്റുള്ളൊരു റൈസും കൂടിയാണിത്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, വീണ്ടും വീണ്ടും തന്നെ ഉണ്ടാക്കുകയുള്ളൂ. നമ്മൾ ഇറച്ചിയൊന്നും ഉടഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ അടുപ്പിലാണ് വേവിച്ചിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ കേട്ടോ ഞാൻ അത് വേവിച്ചെടുത്തത്. ഇപ്പോൾ ചെറിയ സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇറച്ചിയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ കണലിൽ മാത്രം വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ ചോറൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു റൈസും കൂടിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്